വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിലെ ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു എസ്സെയാണ് നമ്മൾ നോക്കുന്നത്. ഫ്രാൻസിസ് ബേക്കനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ആസ് എൻ എസ്സേയിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന എസ്സേയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് എഫോറിസ്റ്റിക് സ്റ്റൈലാണ്. ആ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പറയുക, അങ്ങനെ ഒരു രീതിയാണ് എഫോറിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിലും വലിയ സത്യങ്ങളുണ്ടാവും, വലിയ ആശയങ്ങളുണ്ടാവും. അങ്ങനെയുള്ളൊരു രചനാ രീതിയാണ് ഈ എഫോറിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. വളരെ കൃത്യമായും ഷോർട്ടായിട്ടും ആ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ രീതിയാണ്. വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ലൈൻസുകൾ വേർഡ്സുകളൊന്നും അദ്ദേഹം യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. എന്നാൽ കൂടി അതിനകത്ത് റീഡേഴ്സിന് വായിച്ച് മനസ്സിലാക്കി ചിന്തിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ എസ്സേയിലൂടെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്നൊരു രീതിയാണ് നമ്മൾ എഫോറിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. അദ്ദേഹം ലാറ്റിൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ എസ്സേസിലൂടെ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ നമ്മൾ പറഞ്ഞ എഫോറിസ്റ്റിക് സ്റ്റൈൽ എന്നതുപോലെ തന്നെ ഡിഡാക്റ്റിക് ആണ് ആൻഡ് എപ്പിഗ്രമാറ്റിക് ആണ്. അതായത് പലപ്പോഴും ഒരു ഉപദേശം പോലെ നമുക്ക് എന്തെങ്കിലും ഒരു അറിയാത്ത കാര്യം മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് പോലെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി. മിക്കപ്പോഴും മിക്ക വർക്കിനകത്ത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് കൃത്യമായിട്ടുണ്ടാവും. He draws on classical literature, history and scripture, and his essay blends philosophy, statecraft and psychology. അതായത് ഇപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു വർക്കിലൂടെ എന്തെങ്കിലും ഒരു കാര്യം കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പലപ്പോഴും സാഹിത്യം, ചരിത്രം, ക്ലാസിക്കൽ ലിറ്ററേച്ചർ, അതുപോലെ ഹിസ്റ്ററി, അതുപോലെ പല വേദ പുസ്തകങ്ങൾ, അതിനകത്തു നിന്നുള്ള ഒരുപാട് കോട്ട്സുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ആ ഒരു പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സൈക്കോളജി ആണെങ്കിലും അതുപോലെ തന്നെ ഫിലോസഫി ആണെങ്കിലും എല്ലാം അതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ എസ്സേയുടെ ഒരു ടോട്ടൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് നീഡ് ഫോർ ഫ്രണ്ട്ഷിപ്പ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സൗഹൃദത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം എസ്സേയിലൂടെ നമ്മളോട് പറയുന്നത്. സോ ഇവിടെ അരിസ്റ്റോട്ടലിൻ്റെ ഒരു കോട്ടെടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഏകാന്തതയിൽ ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ ഒന്നുകിൽ ഒരു ബീസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗോഡോ ആയിരിക്കും. അതായത് മനുഷ്യനാവില്ല എന്നർത്ഥം. മനുഷ്യനാണെങ്കിൽ അവിടെ സൗഹൃദത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ അദ്ദേഹം പിന്നീട് പറയുന്നൊരു കാര്യം, ഒരു മനുഷ്യന് പരസ്പരം സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ആ സങ്കടത്തെ അങ്ങോട്ട് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് പങ്കിടാത്ത സങ്കടങ്ങൾ എപ്പോഴും നമ്മൾ സ്വയം തിന്നു തീർക്കുകയാണ് ചെയ്യുക. ഏകാന്തത എന്ന് പറയുന്നത് പക്ഷേ സന്യാസിമാർക്കൊക്കെ യോജിച്ചതാവാം. അതായത് അവർക്ക് അവരെ സ്വയം കണ്ടെത്താൻ ഒരു പക്ഷേ അത് യൂസ്ഫുൾ ആയിരിക്കാം. പക്ഷേ അത് ഗുണമോ ദോഷമോ അതൊക്കെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ജനങ്ങൾക്ക്, അതായത് സാധാരണ ഒരു മനുഷ്യർക്ക് ഒരിക്കലും ഏകാന്തത എന്ന് പറയുന്നത് അത്രയധികം നല്ലതല്ല. ഒരാൾക്കിപ്പോൾ ഏകാന്തത എന്ന് പറയുന്നത് എപ്പോഴും ഇല്ല എന്നല്ല. ഇപ്പോൾ മനുഷ്യർക്ക് സാധാരണ ഏകാന്തത തോന്നാം. ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ നഗരങ്ങളിൽ അവിടെ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പരസ്പര സൗഹൃദത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം വലിയ നഗരങ്ങളിൽ ജനങ്ങൾ എപ്പോഴും അവരുടേതായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങളൊന്നും അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ, ചെറിയ പട്ടണങ്ങളാണെങ്കിലോ അവിടെയൊക്കെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നുണ്ട്, സൗഹൃദങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സൗഹൃദങ്ങൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചുരുക്കി പറയുന്നു, ഏകാന്തമായ ഹൃദയത്തിന് എപ്പോഴും വിഷമങ്ങളുള്ള എന്തെങ്കിലും ഒരു കാര്യം ഓർത്ത് വിഷമിക്കുന്ന ഏതൊരു ഹൃദയത്തിൻ്റെയും മരുന്നാണ് ഈ സൗഹൃദം എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ ഒരു കാര്യം കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സാസ ക്യൂർസ് ദ ലിവർ, സ്റ്റേ ദ സ്പ്ലീൻ, സൾഫർ ദ ലങ്സ്. അപ്പോൾ ഇതിലെല്ലാം പുറമെ ഇപ്പോൾ ഓരോന്നിനും ഓരോ സംഭവങ്ങളാണുള്ളത്. അതേപോലെ തന്നെ ഒരു ഹൃദയത്തിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സുഹൃത്തിൻ്റെ സ്നേഹത്തിനും പരിഗണനയ്ക്കുമാണ് ഏറ്റവും, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ സ്നേഹവും പരിഗണനയുമാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പരസ്പരമുള്ള സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷങ്ങളെ ഇരട്ടിപ്പിക്കാനും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടെങ്കിൽ അതിനെ പകുതിയാക്കാനും സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം നെക്സ്റ്റ് പറയുന്നത് കിങ്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അതായത് ആഡംബരങ്ങളും അധികാരങ്ങളും ഒക്കെയുള്ള രാജാക്കന്മാർ, ചക്രവർത്തിമാർ, ഇവരും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യന്മാരെ പോലെ സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
രാജകീയ സൗഹൃദങ്ങൾ പലപ്പോഴും അപകടമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ രാജാക്കന്മാരാണ് അല്ലെങ്കിൽ ചക്രവർത്തിമാരോ തൻ്റെ സുഹൃത്തുക്കളെ തൻ്റെ പൊസിഷനെ ഒപ്പം നിർത്തും അല്ലേ, പക്ഷേ ഒരു സ്ഥാനം കൊടുത്ത് നിർത്തും. പക്ഷേ അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയ മിക്ക ഫ്രണ്ട്സും അല്ലെങ്കിൽ മിക്ക സുഹൃത്തുക്കളും എന്തായി മാറും, ഒന്നുകിൽ അഴിമതിയാവും, അല്ലെങ്കിൽ അത്യാഗ്രഹികളാവും, അല്ലെങ്കിൽ വൈകാരികമായ ബന്ധങ്ങളില്ലാതെയാവും. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ചിന്തിച്ചാൽ മതി, നമ്മളുടെ ഇടയിൽ ആരെങ്കിലും ഒരു ഹൈ പൊസിഷനിലുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളെ കുറച്ച് കൂടുതലായിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും ആ സൗഹൃദത്തിൽ എന്താണോ ഇയാൾ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്കെപ്പോഴും ഒരു മോറൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാനൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു സ്ഥാനം കണക്കിലെടുത്തിട്ട് പലപ്പോഴും അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യരിലുണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി ഹൈ പൊസിഷനിലുള്ള ആൾക്കാരാണെങ്കിൽ അത് കുറച്ചും കൂടി അപകടമാണ്, ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു കാര്യത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ ഇതിനകത്ത് തരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ സ്റ്റോറി പോയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ ഫ്രാൻസിസ് ബേക്കൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എക്സാമ്പിൾസ് എടുത്തിട്ട് അത് കൺവിൻസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ വലിയ വലിയ ചക്രവർത്തിമാർ, പ്രഭുക്കന്മാർ ഒക്കെ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിനെ, ആ ഒരു കാര്യത്തിന് ഇവിടെ എക്സാമ്പിൾ സഹിതം പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം പറയുന്നത് സൈല ആൻഡ് പോംബെ സ്റ്റോറിയാണ്. അപ്പോൾ ഈ സൈല പോംബെയെ ഒരു പൊസിഷൻ കൊണ്ട് ഉയർത്തിയിരുന്നു. പക്ഷേ പോംബെ പിന്നീട് സൈലയെ ഒരു അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞിട്ട് താഴ്ത്തുകയും തന്നെ ഉദിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞ് ഉയർത്തുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് ജൂലിയസ് സീസർ. നിങ്ങൾക്ക് അറിയണ്ടാവും, ജൂലിയസ് സീസർ ബ്രൂട്ടസിനെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ പിന്നീട് വഞ്ചിച്ചു, സീസറിൻ്റെ പതനത്തിന് അത് കാരണമാവുകയും ചെയ്തു. ദെൻ വേറൊരു സ്റ്റോറിയിൽ അഗസ്റ്റസ് അഗ്രിപ്പയെ ഇങ്ങനെ ഒരു പൊസിഷൻ കൊണ്ട് ഉയർത്തി. പക്ഷേ രാജകുമാരിയായിട്ടുള്ള ജൂലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും വിധം അയാൾ അഹങ്കാരിയായി മാറി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുക്കുന്ന സമയത്തുള്ള മാറ്റങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ടൈബേരിയസ് ആൻഡ് സെജനസ് രണ്ട് പേരും അവരുടെ ഈ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബലിപീഠം പോലും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെപ്റ്റിമസ് പ്ലോഷ്യനസിനെ ഒരു പൊസിഷൻ കൊണ്ട് ഉയർത്തി. എന്നിട്ട് തന്നെക്കാൾ നല്ല രീതിയിൽ അദ്ദേഹം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ ധീരരായ എല്ലാ മഹാന്മാരായ വ്യക്തികൾക്കും സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാ രീതിയിലുള്ള പൊസിഷൻസും ഉണ്ട്, എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും അവർക്ക് എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന സൗഹൃദമാണ്. ഈ സൗഹൃദത്തിന് വേണ്ടി ആഗ്രഹിച്ച ഈ ചക്രവർത്തിമാരും ഈ ആളുകളും ഈ മഹാന്മാരായ വ്യക്തികളും എല്ലാം എന്താണ് ഉണ്ടായത്, സൗഹൃദം കൊണ്ട് ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഫ്രാൻസിസ് ബേക്കൻ അദ്ദേഹത്തിൻ്റെ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന എസ്സേയിലൂടെ നമ്മൾക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സൗഹൃദം എന്ന് പറയുന്നത് ഒരു ആഡംബരമൊന്നുമല്ല, മറിച്ച് അത് മനുഷ്യൻ്റെ ആവശ്യമാണ് എന്ന് അദ്ദേഹം ഇതിലൂടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് അദ്ദേഹം സൗഹൃദത്തിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് ബെനിഫിറ്റ്സ്, എന്തെല്ലാമാണ് അതിൻ്റെ ഫലങ്ങൾ, അതുപോലെ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഗുഡ് അഡ്വൈസ്. പലപ്പോഴും നമുക്ക് വൈകാരികമായ പിന്തുണയും നല്ല ഉപദേശവും ഒക്കെ കിട്ടും. ലാസ്റ്റ് ബിയോണ്ട് ലൈഫ് ഈവൻ ഇൻ ഡെത്ത്. അതുപോലെ പലപ്പോഴും ജീവിതകാലം മാത്രമല്ല മരണത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളുടെ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാണ്ട് തന്നെ ഒരു അതോറിറ്റി ഒരു ഫോമിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കിടയിലുള്ള ഒരാളായിട്ട് നിൽക്കാം. അതുപോലെ തന്നെ നമ്മളുടെ അതായത് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള തർക്കങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് വരുന്ന സമയത്തൊക്കെ അതിൻ്റെ ഇടയിൽ ഏറ്റവും നല്ല അനുകൂലമായൊരു ഉപദേശം തരാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്കിടയിലുള്ള ഒരാളായിട്ട് എപ്പോഴും നിൽക്കുന്നതും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് പല അവസരങ്ങളിൽ നമ്മളുടെ ഏറ്റവും നല്ല ആശ്വാസമായിരിക്കാം നല്ല സൗഹൃദങ്ങൾ. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വ്യക്തികളുടെ ഗുണങ്ങൾ, അതായത് നമുക്കിപ്പോൾ ഓരോ ആളുകളുടെയും ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചില സമയത്ത് ഇപ്പോൾ മോശം സ്വഭാവമാണെങ്കിൽ അതിനെ നന്നാക്കിയെടുക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ തന്നെ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ല സൗഹൃദങ്ങൾ വഴിയൊരുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ഫ്രാൻസിസ് ബേക്കൻ്റെ കോൺസെപ്റ്റിൽ അദ്ദേഹം സൗഹൃദത്തിനെ വിലയിരുത്തുന്നതാണ്. അതുകൂടാതെ അദ്ദേഹം വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളുടെ അവ്യക്തമായ ആശയങ്ങൾ സുഹൃത്തിനോട് പറയുന്നത് ഒരുപാട് നേരം നമ്മൾ ധ്യാനത്തിലിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം വ്യക്തതയില്ലാതെ വന്നു കഴിഞ്ഞ് നമ്മൾ കുറേ നേരം അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല സുഹൃത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും.
അപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചുമർചിത്രം പോലെയാണ്. അത്രയും അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ സൗന്ദര്യം നമുക്ക് കിട്ടുന്നുള്ളൂ. അതായത് ഒരു ഭംഗിയുള്ള ഒരു ചിത്രത്തുന്നൽ പോലെ, ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന ഒരു തുന്നൽ പോലെയാണ് അത്. ഓപ്പൺ ആക്കിയാൽ മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അതേപോലെയാണ് സൗഹൃദവും. സുഹൃത്തുക്കളെ എപ്പോഴും നമ്മൾ വിടർത്തി കാണിക്കുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ അതിന് ഭംഗിയുള്ളൂ. ഒരിക്കലും നമ്മൾ ചുരുക്കി നമ്മുടെ മനസ്സും ആത്മാവും നമ്മുടെ ചിന്താഗതിയും ഒക്കെ ഒന്നിലും ചുരുങ്ങി നിന്നിട്ട് ഒന്നിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്ട് വെക്കുന്ന സമയത്ത് അതിനകത്തിന് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. സൗഹൃദങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് കാണിക്കേണ്ട ഒന്ന് തന്നെയാണ്. പലപ്പോഴും പല കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും സൗഹൃദങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഫ്രീ ആക്കി മാറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ അദ്ദേഹം നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുഖസ്തുതിക്കാർ, അതായത് ഇപ്പോൾ ആവശ്യമില്ലാതെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ഉപദേശം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അത് വളരെ മനോഹരമാക്കി പറയും. എന്നാൽ ആ മനോഹാരിതയിൽ സത്യമില്ലാത്ത സൗഹൃദങ്ങളാണെങ്കിൽ അവിടെ ബേക്കറി നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, മുഖസ്തുതിക്കാരെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ട് എല്ലാ ആളുകളുടെ അടുത്തുനിന്നും നമ്മൾ ഉപദേശങ്ങൾ സ്വീകരിക്കരുത്. കാരണം ഒരുപാട് ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. എപ്പോഴും ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഒരൊറ്റ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ നേടിയെടുക്കാം. അപ്പോൾ സുഹൃത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒന്നാണെങ്കിൽ കൂടി അതിൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിപ്പോൾ റോയൽ ഫാമിലിയുടെ കാര്യം മാത്രമല്ല, സാധാരണ മനുഷ്യരുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് അദ്ദേഹം ചില ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലാദ്യം പറയുന്നത് ദ സോളിറ്ററി മാൻ, എപ്പോഴും ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഏകാന്തതയിലിരിക്കുന്ന ഒരാൾ. അയാൾ എന്തായാലും ഒരു ബീസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗോഡോ ആയിരിക്കണം, അല്ലാതെ സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും ഏകാന്തത ഇഷ്ടപ്പെടില്ല. ദെൻ നെക്സ്റ്റ് വൺ ദ ഷൈ പേഴ്സൺ ഇൻ എ ക്രൗഡ്, എപ്പോഴും ക്രൗഡിൽ വളരെ ഷൈ ആയി നിൽക്കുന്ന ഒരാൾ. അതായത് ഒരുപാട് ജനങ്ങളുണ്ട് സംസാരിക്കാൻ, ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാലും ആരോടും മിണ്ടില്ല, എന്നിട്ട് അതിൽ ഏകാന്തത അനുഭവിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ദെൻ ദ ഹെർമിറ്റ്, അതായത് സന്യാസികൾ, അവർ ഏകാന്തത സ്വയം എടുക്കുന്നതാണ്. അതായത് സമാധാനത്തിന് വേണ്ടിയിട്ടും സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ടും അവർ ഏകാന്തത സ്വീകരിക്കുന്നവരാണ്. പക്ഷേ അതിൽ അപകടമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നെക്സ്റ്റ് വൺ ദി കിങ്, ഇവിടെ എല്ലാ രീതിയിലും സൗഹൃദം ആഗ്രഹിക്കുന്ന ഒരാളാണ്, വളരെ ശക്തനാണ്, അധികാരമുണ്ട്, പക്ഷേ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പലപ്പോഴും അയോഗ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതലും ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്ന ആ സൗഹൃദങ്ങൾ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ മുഖസ്തുതി പറയുന്ന ആൾക്കാർ, തീർച്ചയായിട്ടും ഒരു തെറ്റായ സൗഹൃദം തന്നെയാണ് അത്. പലപ്പോഴും നമ്മളെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ മുഖസ്തുതി കൊണ്ട് എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ചെയ്തു, അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കില്ല, പകരം അത് വലിയ രീതിയിലുള്ളൊരു സത്യമായി തന്നെ തുറന്നു പറയും. നമ്മളത് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകും, അവസാനം നമ്മൾ അപകടത്തിലേക്ക് എത്തിച്ചേരും. ആ ഒരു ടൈപ്പ് ക്യാരക്ടർ. ദെൻ ദ ലാസ്റ്റ് വൺ ദ ട്രൂ ഫ്രണ്ട്, അത് തീർച്ചയായിട്ടും നമ്മളുടെ റിഫ്ലക്ഷനാണ്. വളരെ വ്യക്തമായും നമുക്കൊരാശ്വാസമായിട്ടും നമ്മളുടെ ഇടയിൽ വളരെ സത്യസന്ധമായ രീതിയിൽ നമ്മളെ ഉപദേശം നൽകി നമുക്കെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ, അതായിരിക്കണം ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലായത് ചരിത്രം കൊണ്ടും എക്സാമ്പിൾസ് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം നമ്മളെ പുതിയൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സൗഹൃദം എന്ന് പറയുന്ന വാക്കിനെ ഒരുപക്ഷെ നമ്മൾ ഇത്രയൊന്നും കൂടുതലായി ചിന്തിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു എസ്സേ വായിക്കുന്ന ഒരാൾ സൗഹൃദത്തിൻ്റെ ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്ന് കുറച്ചും കൂടി നമ്മൾ ചിന്തിപ്പിക്കും. അതുകൊണ്ടാണ് ലാസ്റ്റ് പറയുന്നത് ബേക്കൺ ഹിംസെൽഫ് ഈസ് ദ ഡിഡാക്റ്റിക് വോയിസ് യൂസിങ് ഹിസ്റ്ററി ആൻഡ് അഫോറിസം ടു ഇൻസ്ട്രക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് പറയുന്നത് ബേക്കൺ ഹിംസെൽഫ് ഈസ് ദി ഡിഡാക്റ്റിക് വോയിസ് യൂസിങ് ഹിസ്റ്ററി ആൻഡ് അഫോറിസം ടു ഇൻസ്ട്രക്റ്റ്. ഇനി ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേ നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് സിംബിൾസ് ആൻഡ് മെറ്റഫേഴ്സ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാറ്റിൻ, അതുപോലെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഹിസ്റ്ററി, അതൊക്കെ അദ്ദേഹം കമ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ടല്ലോ, കോഡ്സുകളൊക്കെ എടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട്ഷിപ്പിനെ മെഡിസിനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ചുവചിത്രം പോലെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായിട്ടൊക്കെ സൗഹൃദങ്ങളെ കമ്പയർ ചെയ്യുന്ന രീതി, അതെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായും വളരെ സിമ്പിളായും എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചിന്തിപ്പിക്കുന്നത് പോലെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും അതിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൻറ്റിമെൻ്റലൊന്നല്ല, ഒരു യൂട്ടിലിറ്റേറിയൻ ആ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു സെൻറ്റിമെൻ്റൽ ടോണൊന്നല്ല. പലപ്പോഴും സൗഹൃദത്തിന് ഒരു വൈകാരികമായൊരു ബന്ധം എന്നല്ല ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ഒരു വാല്യൂ, അതിനൊരു വാല്യൂ ഉണ്ട് എന്നാണ് അദ്ദേഹം കാണിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇമോഷണലി അതിനെ വലിയ സംഭവമാക്കിയിട്ട് പറയുകയല്ല ചെയ്യുന്നത്, പക്ഷെ നമ്മൾക്ക് സൗഹൃദത്തിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും പോലെ തന്നെ എല്ലാ വർക്ക്സിനും ഒരു വിമർശനം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഫ്രാൻസിസ് ബേക്കൻ്റെ ഈ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന എസ്സേക്കും അതിൻ്റേതായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് വില്യം ബ്ലേക്ക് സെഡ് ബേക്കൻസ് എസ്സേ ആർ ഗുഡ് അഡ്വൈസ് ഫ്രം സാത്താൻസ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗഹൃദത്തെ അദ്ദേഹം വളരെ ലളിതമായൊരു വാക്കിലൂടെ വെറുതെ ഇമോഷണലി കണക്ട് ചെയ്ത് പറയുകയല്ല ചെയ്തിട്ടുള്ളത്. വളരെ വ്യക്തമായ ഒരു ധാരണയോട് കൂടി തന്നെ ക്ലാസിക്കലായിട്ടുള്ള വർക്കുകളിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്നും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയൊക്കെയാണ് അദ്ദേഹം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന എസ്സേയിലൂടെ വിവരിച്ചിട്ടുള്ളത്.